ഗൈസ്, അപ്പോൾ വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അപ്പം ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ കണ്ണൂർ ജില്ലയിൽ പടപ്പേങ്ങാട് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അത് കണ്ണൂർ എന്ന് വെച്ചാൽ പ്രോപ്പർ കണ്ണൂരല്ല, തളിപ്പറമ്പിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു കുന്നും പ്രദേശമൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു കുഞ്ഞ് കാവ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്ന് തൊഴാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഈ ജനുവരിയിൽ തെയ്യം നടക്കുന്ന സമയത്താണ് ഇതുപോലെ സൈഡിലൊക്കെ ഇങ്ങനെ കല്ലൊക്കെ കെട്ടി സെറ്റാക്കിയത്. മുന്നേ ഇതിനൊന്നും ഉണ്ടായിരുന്നില്ല. നാച്ചുറൽ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ സ്റ്റെപ്പാണെങ്കിലും എല്ലാം. ഈ സ്റ്റെപ്പൊക്കെ ഈ അടുത്ത് ഈ ജനുവരിയിൽ ഒരു സമയത്താണ് കെട്ടിയത്. മുന്നേ സ്ലൈഡായിരുന്നു, നോർമലി ഇങ്ങനെ എന്താ പറയുക കുന്നു കയറുന്ന പോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ കൂടെ വന്ന ഞങ്ങളുടെ കസിൻ പയ്യൻ പറയുന്നുണ്ടായിരുന്നു, മുന്നത്തെ ആ വൈബ് പോയി, പണ്ടത്തെ ആ ഒരു ഇതൊക്കെ പോയി, കുറേ കൺസ്ട്രക്ഷൻ രീതിയിൽ വന്നതൊക്കെ കൊണ്ട്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരിക. അവനും സുധിയും പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാനീ പറയുന്നത്. മുന്നേ ഈ വഴിയൊക്കെ ഫുള്ള് കുറച്ചുകൂടെ കാടൊക്കെ നിറഞ്ഞ് ഫുള്ള് രണ്ട് സൈഡിൽ നിന്നും കുറേ ഇങ്ങനെ ഇലകളും മൊത്തം ഇങ്ങനെ കവർ ചെയ്ത പോലെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ വെട്ടി ആ ബാഗ് കാണുന്ന സ്ഥലമൊക്കെ ഫുള്ളും ഇരുട്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. നല്ലൊരു എഫക്റ്റ് ഒക്കെ ആയിട്ട് ഇപ്പോൾ ഈ ഒരു പുതുക്കലിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അതൊക്കെ അങ്ങ് വെട്ടി മാറ്റിയതൊക്കെയാണെന്നാണ് അവൻ പറയുന്നത്. ഈ ഒരു മരമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വലിയ മരമാണ്, നല്ല വലിയ തടിയൊക്കെ ആയിട്ട് വലിയ മരമാണ്. അടിപൊളിയാണ് കാണാൻ തന്നെ. എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു കാവ് തന്നെയാണിത്. എല്ലാ വർഷവും ജനുവരിയിലാണ് ഇവിടെ തെയ്യം ഉണ്ടാവുക. വലിയ മുടി തെയ്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ പണ്ടൊക്കെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസം അങ്ങനെയൊക്കെ തെയ്യം ഉണ്ടാവാറുണ്ട്. പിന്നെ ആൾ വരുന്നതിനനുസരിച്ച് ചുരുങ്ങി ദിവസം കുറച്ചു 2-3 ദിവസം മാത്രമായി തെയ്യം കഴിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയും ദിവസം ഓരോരുത്തരും നേർച്ച കൊടുത്തിട്ടാണ് തെയ്യം കഴിപ്പിക്കുക.